ഇതാണ് വിവോയുടെ T4 Ultra. ഈ ഒരു സീരീസ് ടി എന്ന് പറയുന്ന ഈ ഒരു സീരീസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അടിപൊളി ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണുകളാണ് ഈ ഒരു സീരീസിൽ വിവോ കൊണ്ടുവരുന്നത്. ഇതിൽ അമേസിംഗ് ആയ ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടായിരിക്കും, നല്ല ടോപ്പ് ലെവൽ പെർഫോമൻസ്, സിസ്റ്റം പെർഫോമൻസ് ഉണ്ടായിരിക്കും, ഗെയിം കളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഈ ഒരു സീരീസ് ടിയുടെ പ്രത്യേകതയാണ്. സോ ഈ ഒരു സംഭവം ഈ പുതിയ T4 Ultra വരുമ്പോഴും ഇതിൽ കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അൺബോക്സ് ചെയ്ത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നിങ്ങളൊരു ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ പരിഗണിക്കേണ്ടി വരും. ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിലാണെങ്കിൽ ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം, എന്നിട്ടാവാം ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോക്സ്. T4 Ultra വിവോ ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ. അതിനകത്ത് ഫോൺ തന്നെയാണ് ആദ്യം ഇരിക്കുന്നത്. ഫോണിൻ്റെ ഡിസൈൻ ഈ കാണുന്ന തരത്തിലാണ്. സംഗതി എങ്ങനെയുണ്ട്? ഫിനിക്സ് ഗോൾഡ് എന്ന് പറയുന്ന കളറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതാണത്. ഇത് കൂടാതെ മെറ്റിയോർ ഗ്രേ എന്ന് പറയുന്ന മറ്റൊരു കളർ കൂടിയുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 7.43 mm സ്ലിം ആണ് ഈ ഒരു ഫോൺ. ഫ്രണ്ടിലും ബാക്കിലും ഒരു ക്വാഡ് കർവ് എന്ന രീതിയിലൊരു കർവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ വളരെ സ്ലിം ആയിട്ടും കംഫർട്ടായിട്ടും ഫീൽ ചെയ്യും. സോ കളറും കംഫർട്ടും ഒക്കെ ഞാൻ കൂടുതൽ പറയാം. അതിന് മുൻപ് ഈ വിവോയുടെ ഫോൺ എന്ന് പറയുമ്പോഴും ഈ സീരീസ് ടി എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ വരിക. വിവോ എന്ന് പറയുമ്പോൾ അടിപൊളി ക്യാമറ ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സീരീസ് ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ടോപ്പ് ലെവൽ പെർഫോമൻസും ഉണ്ടാവും. സോ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം പരിശോധിച്ചിട്ടാവാം ബാക്കി എല്ലാം എത്രത്തോളം നന്നായിട്ടുള്ള കാര്യം പറയുന്നത്. സോ ആദ്യം നമുക്ക് ക്യാമറയെ തന്നെ പിടിക്കാം. വിവോയുടെ ക്യാമറ 3x 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് അടക്കം വരുന്ന സെറ്റപ്പാണ്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ സോണി ക്യാമറയാണ്. OIS അടക്കം തന്നെയാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. സാമ്പിളുകൾ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയുണ്ട്? ഞാനത് ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ സാമ്പിളുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും എല്ലാം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഫോട്ടോസൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ എങ്ങനെയാണെന്ന് നോക്കുക. ടെലിഫോട്ടോ ലെൻസ് വെച്ച് സൂം ചെയ്ത് പോർട്രേറ്റ് നൈസായിട്ട് പോർട്രേറ്റ് ഇമേജുകൾ എടുത്തിട്ട് എനിക്ക് നന്നായി വന്നു എന്ന് തന്നെയാണ് തോന്നിയത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിക്കോളൂ. സോ നല്ല രീതിയിലുള്ളൊരു ക്യാമറ സെറ്റപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സാമ്പിളുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വീഡിയോസും ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് വിവോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ നോർമലായിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഫോൺ തരുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയണം. ഇതിന്റെ പോർട്രേറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡിയോ ക്വാളിറ്റി പോർട്രേറ്റ് എന്ന് പറഞ്ഞ താഴെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് സെലക്ട് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. രണ്ടാമത് ഫിലിം ക്യാമറ മോഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. ഈ ക്യാമറ ഷട്ടർ ക്ലിക്ക് ചെയ്യുന്ന ബട്ടന്റെ താഴെ ഒരു ആരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു സംഭവം കാണാം. ഇത് ഫിലിം ക്യാമറ മോഡ് എന്ന് പറയുന്ന മോഡാണ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഫ്രെയിമുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ കളറുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന സാമ്പിളുകൾ ഇതായി കാണുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ അത്യാവശ്യം മിനിമം ഒരു ഫോണിൽ വേണ്ട ഫീച്ചറാണ് ഇറേസിംഗ്. അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യാനുള്ളത് അത് ഇതിലും വരുന്നുണ്ട്. ഇറേസർ 2.0 ഇതുപോലെ ഈസി ആയിട്ട് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഫോട്ടോ ക്ലാരിറ്റിയും കളറും ഭംഗിയൊക്കെ ഒത്തിരി കൂട്ടുന്ന AI ഫോട്ടോ എൻഹാൻസ് വരുന്നുണ്ട്. അതിലൊരു ടാപ്പ് കൊടുത്താൽ ആ ഫോട്ടോ ഒന്ന് നൈസായിട്ട് എൻഹാൻസ് ചെയ്ത് തരും. അത് ഇതിൽ വരുന്നുണ്ട്. ലൈവ് കട്ടൗട്ട് പോലുള്ള സംഭവങ്ങൾ അത്യാവശ്യം നമുക്കൊരു സ്റ്റിക്കർ ആക്കിയിട്ട് ഒരു ഇമേജിനെ മാറ്റണമെങ്കിൽ ആ ഇമേജിനെ ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിൽ ഈസി ആയിട്ട് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് എടുത്ത് മാറ്റി കൊണ്ടുപോയി വേറെ അടുത്ത് നോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. പിന്നെ കളർ അഡാപ്റ്റീവ് ബോർഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതിന് താഴെ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ അപ്പം തന്നെ താഴെ അടിയിൽ എഴുതി കാണിക്കുന്നല്ലോ വിവോ T4 Ultra എന്ന് പറഞ്ഞുകൊണ്ട്. ആ എഴുതി കാണിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ എന്താണോ കളർ ഉള്ളത് അതിനനുസരിച്ചുകൊണ്ട് മാച്ച് ആവുന്ന തരത്തിലുള്ള കളറുകൾ വരുന്ന സംവിധാനമുണ്ട്. സോ അത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയ്ക്കൊക്കെ ആ ഫോട്ടോയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ബോർഡറുകൾ വരുമെന്നുള്ളത് ഒരു രസം വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഇങ്ങനെ ക്യാമറയുടെ ഭാഗത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് കുറേ അധികം വരുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നോക്കണം എന്നുള്ളവർ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഞാൻ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടെന്ന് പറയുമ്പോൾ ഈ ഫീച്ചേഴ്സിന് കൂടി ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. അതൊക്കെയാണ് ഇതിലൊരു പ്രത്യേകത. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ നമ്മൾ കണ്ടു. സംഗതി ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത് കേട്ടോ. എൻ്റെ അഭിപ്രായം പലരും ചോദിക്കാറുണ്ട്, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ്, കാരണം ഈ സീരീസിലെ രണ്ടാമത്തെ മെയിൻ ഘടകം ഈ ടി എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ മെയിൻ പെർഫോമൻസ് ആണ്. MediaTek Dimensity 9300+ എന്ന് പറയുന്ന പ്രോസറാണ്. 2.1 മില്യൺ പ്ലസ് ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളാണ് തരുന്നത്. എന്ന് വെച്ചാൽ അത് ആ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് ആണ്. പിന്നെ ഇതിൽ അൾട്രാ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ സൈഡിൽ പെർഫോമൻസ് മോഡ്, അങ്ങനെ ഏത് മോഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഗെയിമിൽ. അതുകൂടാതെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കാം. 12 GB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. റാം എക്സ്പാൻഷനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തും ഈ ഫോണിൽ ഉപയോഗിക്കാം. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജുമാണ് വരുന്നത്. സിസ്റ്റം പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂല, നൈസ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 4362 mm വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഹീറ്റിങ്ങിനെ കുറിച്ച് വലിയ ടെൻഷൻ വേണ്ട. പിന്നെ BGMIയിലൊക്കെ 90 FPS ഗെയിം പ്ലേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സുഖമായിട്ട് നമുക്ക് BGMI ഇത് അവിടെ കാണുന്ന പോലെ ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. ജൈറോ ഒക്കെ വളരെ സ്മൂത്ത് ആണ്, നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീം പ്ലസിൽ തന്നെ നമുക്ക് കളിക്കാം. എനിക്ക് ഗെയിം പ്ലേയിൽ വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല, സെറ്റ് ആയിട്ടുണ്ട്. സോ ഓവറോൾ
സിസ്റ്റം പെർഫോമൻസ് ആയാലും ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും ഈ ഒരു ഫോണിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ നല്ല പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നല്ല ബാറ്ററി സെറ്റ് ബോർഡ് ഉണ്ടായിരിക്കണം. 5500 mAh വരെയും 90 വാട്ടിന്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിമായ ഒരു ഫോണുമാണെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല സെറ്റപ്പായിട്ട് പറയാം. ഒരു 6000-7000 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. എന്തായാലും 5500 mAh ബാറ്ററിയാണ്, സംഗതി കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആയിട്ട് ഗെയിം കളിക്കാം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിന്റെ ക്യാമറ, അതുപോലെ പെർഫോമൻസ്, അതുപോലെ തന്നെ ബാറ്ററി, എല്ലാ ഘടകങ്ങളും പറഞ്ഞു. ഇനി ഇതിന്റെ പറയാനുള്ള മെയിൻ ഘടകം ഡിസ്പ്ലേ ആണ്. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.67 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിന്റെ ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. SGS ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഐ പ്രൊട്ടക്ഷൻ മോഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് ഡിസ്പ്ലേ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വീഡിയോസ് ഒക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഔട്ട്ഡോർ ഒക്കെ ക്യാമറ നമ്മൾക്ക് എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോയി ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാൻ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ ഉപയോഗിച്ച് നോക്കി. വിഷയമൊന്നുമില്ല, സെറ്റ് ഡിസ്പ്ലേ, കൂടുതലൊന്നും പറയുന്നില്ല, ഡിസ്പ്ലേ ഓക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഡിസൈൻ ഡ്യൂറബിലിറ്റി കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ദോഷം പറയാനില്ല. നല്ല നൈസ് ഡിസൈൻ ആണ്. 7.43 mm അൾട്രാ സ്ലിം ആയിട്ടുള്ള ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഡുവൽ റിംഗ് ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഒരു രണ്ട് റിംഗ് പോലെയൊക്കെ ഇരിക്കുന്ന ഡുവൽ റിംഗ് ക്യാമറ മോഡ്യൂളാണ്. പിന്നെ IP64 വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലും പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന അവസ്ഥയൊന്നുമില്ല. പിന്നെ സ്ക്രാച്ച് ആൻഡ് ഡ്രോപ്പ് റെസിസ്റ്റന്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഏത് ഗ്ലാസ് എന്നൊന്നും പറയുന്നില്ല. എന്തായാലും കംപ്ലൈന്റ് വരില്ല എന്ന് വിചാരിക്കാം. 12 ഹവറിന്റെ ഒരു റെയിൻ റെസിസ്റ്റൻസ് ഒക്കെ, മഴ നനഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ വെള്ളം കയറുന്ന അവസ്ഥയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഘടകമായിട്ട് പറയപ്പെടുന്നത്. പിന്നെ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം വേണ്ടുന്ന ഡ്യൂറബിലിറ്റിക്ക് വേണ്ടുന്ന ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. TouchOS 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിന്റെ മെയിൻ ഘടകങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. AI ഫീച്ചേഴ്സ് കൂടുതലായിട്ട് അങ്ങോട്ട് പറഞ്ഞില്ല. അതായത് AI നോട്ടിനകത്ത്, അത് നോർമലായിട്ട് വിവോയുടെ ഫോണിൽ വരുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ഈ നോട്ടൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് AI നോട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മറൈസ് ചെയ്യാനും അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഘടകങ്ങളൊക്കെ ഉൾപ്പെടുന്ന സംഭവം നോട്ടിനകത്ത് വരുന്നുണ്ട്. പിന്നെ AI ഇറേസ് ഞാൻ നേരത്തെ കാണിച്ചു, ഫോട്ടോസിന്റെ അൺവാണ്ടഡ് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുന്ന പരിപാടി. പിന്നെ സർക്കിൾ ടു സെർച്ച് ഈസി ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. AI ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, നമുക്ക് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരുന്ന സംവിധാനമുണ്ട്. AI കോൾ ട്രാൻസ്ലേഷൻ, അത് എനേബിൾ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വരുന്ന കോളുകളൊക്കെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സും ഈ ഫോണിൽ ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം ഞാൻ വെറുതെ വലിച്ചു വാരി പറയുന്നില്ല. ഓൾറെഡി പറഞ്ഞ് കേട്ട് നിങ്ങൾക്ക് എനിക്കും ബോറടിച്ച പോലൊരു തോന്നൽ. ഡീറ്റെയിലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അടുത്ത വീഡിയോ തൊട്ട് നമ്മളെല്ലാം ഡീറ്റെയിലായിട്ട് പറയും. പേര് പറഞ്ഞാൽ തന്നെ കാര്യം പിടികിട്ടുന്ന ഒരു അവസ്ഥയായി ഇപ്പോൾ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ T4 Ultra എന്ന് പറയുന്ന ഫോൺ ഡിസൈൻ ആയാലും ക്യാമറ ആയാലും പെർഫോമൻസ് ആയാലും ബാറ്ററി സെറ്റപ്പ് ആയാലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഈ ഫോണിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ല. 40,000 താഴെയാണെന്ന് മാത്രമേ അറിയുള്ളൂ. നേരത്തെ അറിയാൻ കഴിഞ്ഞാൽ, വീഡിയോ പബ്ലിഷ് പറയാൻ കഴിഞ്ഞാൽ ഞാനിവിടെ തീർച്ചയായിട്ടും എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. നോക്കുക. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും ഓഫേഴ്സും എല്ലാം കൊടുക്കാം. അത് എങ്ങനെയുണ്ട് പ്രൈസ് ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഈ പ്രൈസിന് ഈ സംഭവം അടിപൊളിയാണോ, സീരീസ് ടി വിവോടെ അടിപൊളിയായിട്ടുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ T4 Ultra കുറിച്ച് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.